ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ശാരികയാണെങ്കിൽ ക്ഷേത്രത്തിൽ വന്ന് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അമ്മയുടെ അടുത്ത് ശപഥം ചെയ്തിരിക്കുക, എൻ്റെ കുഞ്ഞിനെ തരാതെ ഞാൻ ഇവിടുന്ന് പോകില്ല എന്നും പറഞ്ഞ് പുറത്തുള്ള ആലിൻ്റെ ചുവട്ടിൽ വന്നിങ്ങനെ ഇരിക്കുവാണ്. ആ സമയത്ത് കൃഷ്ണൻകുട്ടിയും വിജയലക്ഷ്മിയും കൂടെ ഒരു ഓട്ടോറിക്ഷയിൽ ക്ഷേത്രത്തിലോട്ട് വരുന്നുണ്ട്. ശാരികയുടെ കുഞ്ഞുമായി അരുണയും മൂർത്തിയും ക്ഷേത്രത്തിലുണ്ട്. പക്ഷേ ശാരിക കുഞ്ഞിനെ കണ്ടില്ല. വിജയലക്ഷ്മിയും കൃഷ്ണൻകുട്ടിയും ശാരിക അവിടെ ഇരിക്കുന്ന കാണാതെ രണ്ടുപേരും ഇങ്ങനെ ക്ഷേത്രത്തിലോട്ട് പോവാ. ശാരിക അവരെ കണ്ടോണ്ട് നിക്കടാ അവിടെ, എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ എന്ത് ചെയ്തു എന്നും പറഞ്ഞ് അവർ രണ്ടുപേരെ ആക്രമിക്കുവാണ്. നിന്നെ ഞാനിന്ന് കൊല്ലുവടി, എൻ്റെ കുഞ്ഞവടി എന്നും പറഞ്ഞ് വിജയലക്ഷ്മിയുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുവാണ്. ആൾക്കാരൊക്കെ ഓടിക്കൂടുന്നു. അയ്യോ ഇവക്ക് പ്രാന്താണ് എന്നൊക്കെ അവർ വിളിച്ച് പറയുക. വിടടി എൻ്റെ പെങ്ങളെന്നും പറഞ്ഞ് കൃഷ്ണൻകുട്ടി പറയുമ്പോൾ ശാരിക അവൻ്റെ കർണക്കുറ്റി നോക്കി ഒരൊറ്റ അടി. എടോ, താൻ ഒറ്റ ഒരുത്തനെ എൻ്റെ കുടുംബം ഇങ്ങനെ ആക്കിയത് എന്നും പറഞ്ഞ് കൃഷ്ണൻകുട്ടിയെയും ശരിക്കും ഉപദ്രവിക്കുവാണ് ശാരിക. വിജയലക്ഷ്മി ശാരികയെ തള്ളി മാറ്റിയിട്ട്, എടി നിനക്ക് പ്രാന്താണോടി? അതെ, എനിക്ക് പ്രാന്ത് നിങ്ങളെല്ലാവരും കൂടെ ആക്കിയതല്ലേ. പറയടി, നീയൊക്കെ ചേർന്ന് എൻ്റെ കുഞ്ഞിനെ എന്ത് ചെയ്ത്? എന്ത് പറയാനടി? ആ കുഞ്ഞിനെക്കുറിച്ച് ഞങ്ങൾക്ക് എന്തറിയാനാ? ആ കുഞ്ഞ് എൻ്റെ മകൻ്റെ കുഞ്ഞല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ആ കുഞ്ഞിൻ്റെ കാര്യം അറിയേണ്ട ആവശ്യമില്ല. വിജയലക്ഷ്മി അങ്ങനെ പറഞ്ഞുകൂടെ കേട്ടിട്ട് ശാരികയ്ക്ക് ദേഷ്യം വരിക. വീണ്ടും വിജയലക്ഷ്മിയുടെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുക. എന്താടി പറഞ്ഞത്? നിന്റെ മകൻ്റെ കുഞ്ഞല്ലെന്നോ? വിജയലക്ഷ്മി വിളിച്ചു പോകുന്നു. ഈ അമ്പലത്തിൽ സെക്യൂരിറ്റികൾ ആരും ഇല്ലയോ? ഒന്ന് എളുപ്പം വന്നേ എന്നൊക്കെ വിളിച്ചു പോകുമ്പോഴേ ആൾക്കാരൊക്കെ ഓടിക്കൂടുന്നുണ്ട്. കൃഷ്ണൻകുട്ടി ശാരികയെ തള്ളിയിട്ടിട്ട് കയ്യിലിരിക്കുന്ന ആ കുട വെച്ച് ശാരികയെ അവൻ ഉപദ്രവിക്കുവാണ്. നീ എന്നെ തല്ലും അല്ലേടി എന്നും പറഞ്ഞ് കണ്ടമാനം അടിക്കുന്നുണ്ട് ശാരികയെ. കാലുകൊണ്ട് ചവിട്ടുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്യുന്നു. ആൾക്കാർ അയാളെ പിടിച്ചു മാറ്റുവാണ്. ജയലക്ഷ്മി, നീ ഇങ്ങോട്ട് വന്നേ, അമ്പലത്തിലും കയറണ്ട, പൂജയൊന്നും ഇപ്പം ചെയ്യണ്ട, വാ എന്നും പറഞ്ഞ് വിളിച്ചോണ്ട് ഓട്ടോറിക്ഷയിൽ കയറി അവരങ്ങ് പോവുകയാണ്. പ്രാന്ത കൃഷ്ണൻകുട്ടി ചേട്ടാവക്ക് മുഴുപ്രാന്ത. അയ്യോ, ഭാഗ്യത്തിനാണ് നമ്മൾ രക്ഷപ്പെട്ടത്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കൊട വാളോ മറ്റോ ആയിരുന്നെങ്കിൽ അവളെ ഞാൻ കുത്തി കൊന്നേനെ. കാണ്ട വിജയലക്ഷ്മി, നോക്കിക്കേ, എൻ്റെ ചെള്ളക്ക് ഇവിടെ അവൾ അടിച്ചത്, എന്നാലും എൻ്റെ കൃഷ്ണൻകുട്ടി ചേട്ടനെ അവൾ അടിച്ചു കളഞ്ഞല്ലോ. ശാരിക അവിടെ ഇരുന്ന് കരയുക. ഈശ്വരാ, എൻ്റെ കുഞ്ഞ് എല്ലാവരും കൂടെ ചേർന്ന് എന്നെ പ്രാന്തിയാക്കുവാണല്ലോ. എനിക്ക് ശരിക്കും ഭ്രാന്തുണ്ടോ എൻ്റെ ഈശ്വര എന്നൊക്കെ പദം പറഞ്ഞ് കരയുവാണ് ശാരിക. ഈ സമയത്ത് ഇതൊന്നും അറിയാതെ അരുണ കുഞ്ഞുമായിട്ട് നിന്ന് പ്രാർത്ഥിക്കുവാണ് ക്ഷേത്രത്തിൽ. അമ്പലത്തിലെ തിരുമേനി വന്നിട്ട് പറയുന്നത്, അമ്മയ്ക്ക് സർവ്വ ഐശ്വര്യവും കൊടുക്കുന്നതിനും മോളായത്, അമ്മയെ രാജ്ഞിയെപ്പോലെ ഇവള് വാഴിക്കും. തിരുമേനി അങ്ങനെയൊക്കെ കുഞ്ഞിനെ നോക്കി പറയുമ്പോൾ പുറത്തിരുന്ന് നിലവിളിച്ച് കരയുവാണ് ശാരിക. കമലൻ ശാലിനിയെ വന്ന് കണ്ടിട്ട് ചോദിക്കുന്നു, ഏട്ടത്തിയമ്മ എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? കമല, ഇന്നലെ ശാരിയേച്ചി ഇന്നലെ മുതൽ മിസ്സിംഗ് ആണ്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് സംസാരിക്കുന്നതിനിടയിൽ ഇറങ്ങി പുറത്തോട്ട് ഓടിയതാ. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പോലീസ് അന്വേഷിക്കുന്നതോടൊപ്പം നീയും കൂടെ ഒന്ന് അന്വേഷിക്കണേ. ഞാൻ എവിടെ പോയി അന്വേഷിക്കാനേ ഏട്ടത്തിയമ്മേ? സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ നീ പോകുന്നതല്ലേ, അവിടെയൊക്കെ ഒന്ന് നോക്ക്. എവിടെയെങ്കിലും വെച്ച് കാണാൻ കഴിഞ്ഞാൽ ആ സമയം തന്നെ നീ എന്നെ ഒന്ന് വിളിക്കണേ. ഏട്ടത്തിയമ്മ വിഷമിക്കാതെ, ഞാൻ എല്ലായിടത്തും നോക്കാം. എൻ്റെ ഓട്ടം കളഞ്ഞിട്ടാണെങ്കിലും ഞാൻ എല്ലായിടവും പോയി നോക്കാം. എൻ്റെ ഏട്ടത്തിയമ്മയുടെ ചേച്ചി എന്ന് പറയുമ്പോൾ അത് എൻ്റെയും കൂടെ ചേച്ചിയല്ലേ. ചാരിയേച്ചിയുടെ മിസ്സിങ്ങും പ്രകാശിൻ്റെ മരണവും എല്ലാം കൂടി വന്നപ്പോൾ ഞാനും ആകെ അങ്ങ് പതറിപ്പോയി. ചേട്ടത്തിയമ്മ വിഷമിക്കാതിരിക്കും, പോലീസുകാർ നോക്കുന്നുണ്ടല്ലോ. എന്നാൽ കഴിയുന്ന പോലെ ഞാനും നോക്കാം. എന്ത് ചെയ്യാനാ, കുഞ്ഞിനെ തേടി പ്രാന്ത് പിടിച്ചതുപോലെ ചേച്ചി ഓടി നടക്കുന്നത്. ഇനി പ്രകാശിന് പറ്റിയതുപോലെ അപകടങ്ങളൊന്നും പറ്റാതിരുന്നാൽ മതി. അയ്യോ, അങ്ങനൊന്നും ചിന്തിക്കാതെ ഏട്ടത്തിയമ്മേ, ചേച്ചി തിരിച്ചു വരും. എവിടെയാണെങ്കിലും തിരിച്ചു വരും, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കും. ഈ സമയം രാഘവേട്ടനാണെങ്കിൽ പിണങ്ങി നാണ്ട ഉമ്മറത്ത് തന്നെ ഇരിക്കുക. ആരെ വിളിച്ചാലും അകത്തോട്ട് പോവില്ല. പിള്ളേ അങ്ങോട്ട് വരുന്നുണ്ട്. രാഘവേട്ടൻ ഇരിക്കുന്ന കണ്ടിട്ട് എന്ത് പറ്റി? കണ്ടിട്ടൊരു സങ്കടാവസ്ഥയിലാണല്ലോ. ചായ കൊടുത്തതും കുടിച്ചിട്ടില്ലല്ലോ. സാറേ, ചായ എന്താ കുടിക്കാഞ്ഞത്? അയ്യോ, ഇതിപ്പോൾ ചൂട് മാറിയല്ലോ. ഇയാൾ അതെടുത്ത് അങ്ങോട്ട് കളഞ്ഞേരെ. അപ്പോൾ പൊന്നി അങ്ങോട്ട് വരുന്നുണ്ട്. പൊന്നി, ഇങ്ങോട്ട് വന്നേ. അണ്ട, ഈ ചായ ആകെ ആറി തണുത്തു പോയി. രാഘവ സാറിനൊരു ചൂട് ചായ കൊണ്ടുവന്ന് കൊടുക്ക്. സാറൊന്ന് ഉന്മേഷമാകട്ടെ. പൊന്നി പറയാ, ചായ മനഃപൂർവ്വം കുടിക്കാത്തതാ, ഇനി വേറെ ചായ കൊണ്ടുവന്നാലും കുടിക്കത്തില്ല. ശാലിനി കുഞ്ഞിനെയും വിഷ്ണു കുഞ്ഞിനെയും കുഞ്ഞുങ്ങളെയും കാണണമെന്നും പറഞ്ഞ് ഇന്നലെ തുടങ്ങിയ സമരവാ. ആ കണ്ണടച്ചിരിക്കുന്ന ചുമ്മാതാ, നമ്മൾ പറയുന്നതൊക്കെ കേൾക്കും, പക്ഷെ ഒന്നും പ്രതികരിക്കത്തില്ല. രാഘവൻ സാറേ, ഒന്ന് എഴുന്നേറ്റേ, നമുക്ക് അകത്ത് പോയിരിക്കാം. എടോ പിള്ളേ, താൻ എനിക്കൊരു സഹായം ചെയ്യുവോ? എൻ്റെ വിഷ്ണുവും ശാലിനി മോളും കുഞ്ഞുമൊക്കെ എവിടാന്നൊന്ന് കണ്ടുപിടിച്ച് പറയാവോ? താൻ എങ്ങനെങ്കിലും പോയി ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അതിനെന്താ രാഘവൻ സാറേ, നമുക്ക് പോയി കണ്ടുപിടിക്കാമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ സത്യാമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് പിള്ള പ്ലേറ്റ് അങ്ങ് മാറ്റുക. സാറൊന്ന് എഴുന്നേറ്റേ. സാർ അകത്തു വന്നിരിക്കുക. എടോ, ഞാൻ പറയുന്ന താൻ ഇപ്പം തന്നെ ചെയ്, എന്നിട്ട് ഞാൻ അകത്തിരുന്നോളാം. താൻ പോകുന്നുണ്ടോ ഇല്ലയോ? ശരി, പോകാം എന്നിങ്ങനെ പറയുമ്പോൾ സത്യാമ്മ, പിള്ള അവിടെ നിന്നേ, എങ്ങോട്ടും പോകുന്നില്ല പിള്ള.
എനിക്ക് പലിശ പിരിക്കാൻ പുറത്ത് പോകേണ്ടതായിട്ടുണ്ട്. ഞാൻ റെഡി ആയിട്ട് വരുമ്പോൾ പിള്ള ഇവിടെ കണ്ടോണം. രാഘവേട്ടൻ പെട്ടെന്ന് അങ്ങ് എഴുന്നേറ്റിട്ട്, ഫാമേ എന്ത് വർത്തമാനമായി പറയുന്നേ? അത് കൊള്ളാമല്ലോ, പിള്ള ഇവിടെ നിർത്തിയിരിക്കുന്ന എൻ്റെ കാര്യം നോക്കാൻ, അല്ലാതെ നിനക്ക് പലിശ പിരിക്കാൻ കൊണ്ടുപോകാനല്ല. എന്നാലേ പിള്ളയ്ക്ക് ഞാനാ രാഘവേട്ട ശമ്പളം കൊടുക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് പിള്ള കേൾക്കേണ്ടി വരും. എന്ന് വെച്ച് ഫാമേ, പിള്ള നിന്റെ അടിമയൊന്നുമല്ല. എന്ത് കേൾക്കണം കേൾക്കണ്ട എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം പിള്ളയ്ക്കും ഉണ്ട്. പിള്ളേ, താൻ ധൈര്യത്തോടെ അങ്ങോട്ട് പറഞ്ഞേ, ഞാൻ പറയുന്നത് തനിക്ക് കേൾക്കാൻ നിർവാഹമുള്ളെന്ന്. പിള്ളയാകെ ധർമ്മസങ്കടത്തിലായി. രാഘവേട്ടനോട് പറ്റില്ലെന്നും പറയാൻ പറ്റില്ല, സത്യാമ്മയോട് എതിർത്ത് പറയാനും പറ്റില്ല. പിള്ളേ, കണക്കും കാര്യമൊക്കെ കൃത്യമായിട്ട് നോക്കി വെച്ചോണം, ഞാൻ നാട് ഇപ്പം റെഡിയായി വരും എന്നും പറഞ്ഞ് സത്യാമ്മ അകത്തോട്ട് പോയി. എടോ പിള്ളേ, എൻ്റെ അനുവാദമില്ലാത്ത ഒരടി താൻ ഇവിടെ നനങ്ങി പോയേക്കരുത്. അല്ല പൊന്നി, ശിവനില്ലേ പലിശക്കാശ് വാങ്ങിക്കാൻ പോകാനായിട്ട് എന്നിങ്ങനെ പിള്ള ചോദിക്കുക. അയ്യോ, അത് ഇന്നലെ സത്യാമ്മ ശിവൻ്റെ വണ്ടിയുടെ ചാവിയും വാങ്ങിച്ച് ശിവനെ പറഞ്ഞു വിട്ട്. എൻ്റെ ഈശ്വര, അങ്ങനാണെങ്കിൽ രണ്ടുപേരുടെ ചേർന്ന് എന്നെ കുഴപ്പത്തിലാക്കുമല്ലോ പൊന്നി. അരുണയും മൂർത്തിയും കൂടെ കുഞ്ഞിനെയും കൊണ്ട് അരുണ താണ്ടെ വക്കീൽ ഓഫീസിൽ വന്നിരിക്കുവാണ്. വളരെ സന്തോഷത്തോടെയുള്ള സ്റ്റാഫുകളൊക്കെ കുഞ്ഞിനെ ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ട്. അവരെല്ലാവരും കുഞ്ഞിനെ സുന്ദരിക്കുട്ടിന്ന് പേരുവിട്ട്. അപ്പോഴെൻ്റെ കൊച്ചു സുന്ദരി ഇനി മുതൽ ഓഫീസിലുണ്ടാവും, നിങ്ങളെല്ലാവരും മാറി മാറി നോക്കിക്കോണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനെന്താ മേഡം, മേഡം ധൈര്യമായിട്ട് കൊണ്ടുവന്നോളൂ, ഞങ്ങൾ നോക്കിക്കോളാം ഈ കൊച്ചു സുന്ദരിയെ. മൂർത്തി അങ്ങനെ കുഞ്ഞ് കരയുമ്പോൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി ആഹാരമൊക്കെ പുറത്തു കൊണ്ടുവച്ച് കൊടുക്കുന്നുണ്ട്. അരുണെ അങ്ങനെ കേസിൻ്റെ കാര്യത്തെക്കുറിച്ച് ജൂനിയേഴ്സിനോട് സംസാരിക്കുന്നുണ്ട്. കുഞ്ഞിനെയും കളിപ്പിച്ചിരിക്കുന്ന മൂർത്തിയുടെ അടുത്തോട്ട് അരുണ വന്ന് പറയാം, അത് കൊള്ളാലോ, കുഞ്ഞിനെയും കളിപ്പിച്ച് ഇവിടെ ഇരിക്കാനാണോ പ്ലാൻ? ഓഫീസിലൊന്നും പോകണ്ടേ? അയ്യോ, ഞാൻ ആ കാര്യം അങ്ങ് മറന്നു. മോളെ, അച്ഛൻ പോയിട്ട് എളുപ്പം വരാവേ എന്നും പറഞ്ഞു കുഞ്ഞിനെ അരുണയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഈ സമയം ഹോസ്പിറ്റൽ മോർച്ചറിയുടെ വാതുക്കൽ ശിവനും ചന്ദ്രയും റാണിയും ശാലിനിയും എല്ലാം ഇങ്ങനെ നിൽക്കുവാണ്. കരഞ്ഞ് തളർന്നു കിടക്കുന്ന ചന്ദ്രയെ റാണി ഇങ്ങനെ താങ്ങി പിടിച്ചിരിക്കുക. ശാലിനി കരഞ്ഞുകൊണ്ട് പറയുന്നു, അവൻ എൻ്റെ കൂടപ്പുറപ്പായിരുന്നു, എൻ്റെ സ്വന്തം അനിയൻ. ശിവനോട് ചോദിക്കുന്നു, ബോഡി എപ്പോൾ കിട്ടും? ബന്ധുക്കളായിട്ട് മറ്റാരും ഇല്ലാത്തതുകൊണ്ട് കർമ്മങ്ങളൊക്കെ നമ്മൾ തന്നെ നടത്തേണ്ടി വരും. തിരുമേനിയെ ഞാൻ വിളിച്ചു വരുത്തിയത് അതിനാ. തിരുമേനിയുടെ കാർമ്മികത്തിൽ തന്നെ എല്ലാം നടക്കട്ടെ. ശിവൻ വേണം ചിതയ്ക്ക് തീ കൊളുത്താൻ. അയ്യോ ശാലിനി, ഞാൻ എന്നും പറഞ്ഞ് ശിവൻ കരയുവാണ്. അത് വേണം ശിവ, അവൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടണ്ടേ. മറ്റാരുണ്ട് ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് ചെയ്യാനായിട്ട്? നമ്മളൊന്ന് ആഗ്രഹിക്കുന്നു, ദൈവം മറ്റൊന്ന് നിശ്ചയിക്കുന്നു. പിന്നെ സ്വയം ആശ്വസിപ്പിക്കാൻ പറയുന്ന ഒരു വാക്കുണ്ട്, എല്ലാം വിധിയാണെന്ന്. രാമുവേട്ടൻ വന്ന് ശാലിനിയോട് പറയുന്നു, മോളെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് ഇനി ബോഡി കൊണ്ടുപോകാമെന്നാ അവർ പറയുന്നത്. കരഞ്ഞുകൊണ്ട് ശാലിനി ശിവനോട് ചോദിക്കുന്നു, അവസാനമായിട്ട് ചന്ദ്രയെ നമുക്കൊന്ന് കാണിക്കണ്ടേ? അയ്യോ ശാലിനി, എനിക്ക് അവളെ ഫേസ് ചെയ്യാൻ വയ്യ. ശാലിനി തന്നെ ചെന്ന് ചോദിക്കും, മോളെ ചന്ദ്രേ, പ്രകാശനെ ഒന്നുകൂടി. വേണ്ട ചേച്ചി, എനിക്കിനി ആ കിടപ്പ് ഒരിക്കൽ കൂടി കാണാൻ വയ്യ ചേച്ചി. പ്രകാശ് പോട്ടെ ചേച്ചി, ഒറ്റയ്ക്ക് തന്നെ പോട്ടെ. സമനില തെറ്റിയ പോലെ കരയുവാണ് ചന്ദ്ര. എനിക്കൊരു സങ്കടമില്ല ചേച്ചി എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശാലിനിയുടെ ദേഹത്തോട്ടങ്ങ് വീഴുവാണ് ചന്ദ്ര. എന്ത് പറഞ്ഞു പാവം ഈ കുട്ടിയെ ഞാൻ ആശ്വസിപ്പിക്കും എന്നോർത്ത് ശാലിനിയും കരയുവാണ്. സത്യാമ്മ ഈ സമയം പിള്ളയും കൊണ്ട് പലിശ പൈസ പിരിക്കാൻ ഇറങ്ങിയിരിക്കുവാണ്. കാറ് തുടച്ചുകൊണ്ട് നിൽക്കുന്നവൻ്റെ അടുത്തോട്ട് പിള്ള വന്നിട്ട് പറയാം, നിന്റെ മോലാളി എന്തിയെ? സത്യാമ്മ വന്നിട്ടുണ്ടെന്ന് ഞാനൊന്ന് പറഞ്ഞേ. സത്യാമ്മയോ? അതാരാ? അതെ, നിന്റെ മുതലാളിക്കറിയാടാ. ആ എണ്ണി വാങ്ങിച്ചതേ മുതലാളിയാണല്ലോ. സത്യാമ്മ അങ്ങോട്ട് വന്നിട്ട്, എന്താ പിള്ളേ, മാത്യു ഇല്ല ഇവിടെ? മാത്യുവിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റിയില്ല. പണം മേടിക്കാൻ വന്നപ്പോഴേ മാത്യു നേരിട്ടാ വന്നത്. തിരിച്ച് മേടിക്കാൻ വരുമ്പോൾ എന്താ കടമ്പകൾ കടയ്ക്കുകയും വേണോ? എടാ ചെറുക്ക, നമ്മൾ തമ്മിൽ പറഞ്ഞിട്ട് എന്താ കാര്യം? നീ ചെന്ന് നിന്റെ മുതലാളിയെ വിളിച്ചോണ്ട് വാ. സത്യഭാമ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. എത്ര തിരക്കുണ്ടെങ്കിലും അയാൾ ഇവിടെ എൻ്റെ മുന്നിലെത്തും. കുറച്ച് ധിക്കാരിയും താന്തോന്നിയാണെന്ന് തോന്നും മാത്യുവിൻ്റെ മോൻ. അവിടെ നിൽക്കടാ. എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ പണം തിരിച്ചു തരണം. ആ നിമിഷം ഞങ്ങൾ പൊയ്ക്കോളാം. എന്നാലേ 2 ദിവസം കഴിഞ്ഞിട്ട് വാ, അപ്പം നോക്കാം. എടാ മോനെ, നിന്റെ കയ്യിൽ നിന്ന് പണം കടം ചോദിക്കാൻ വന്നതല്ല സത്യഭാമ. നിന്റെ അച്ഛൻ എൻ്റെ കയ്യിൽ നിന്ന് കൈനീട്ടി വാങ്ങിച്ച പണമുണ്ടല്ലോ, അതിൻ്റെ മുതലും പലിശയും വാങ്ങിക്കാനാ വന്നത്. അത് വാങ്ങിച്ചിട്ടാ സത്യഭാമ ഇവിടുന്ന് പോകത്തുള്ളൂ. എന്താ ഭീഷണിയാണോ? വിഷം ചീണ്ടുന്ന പാമ്പിനെ അടിക്കുന്ന വടി കൊണ്ടേ മണ്ണിരെ തല്ലേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് നീ ചെന്ന് നിന്റെ അപ്പനോട് വരാൻ പറ. ആശ് വാങ്ങിച്ചിട്ട് സത്യഭാമ ഇവിടുന്ന് പോകും. അപ്പോൾ പിള്ളയെ നോക്കിയിട്ട് അവൻ പറഞ്ഞു, എന്നാൽ താണ്ട് ഇയാൾ ഇവിടെ കിടന്ന് മേടിക്കും. പിള്ള ഉടനെ പറയാം, അതൊക്കെ ഞാനങ്ങ് സഹിച്ച് അവസാന നിമിഷത്തെ ശ്വാസം നിൽക്കുന്നത് വരെ ഈ പിള്ള സത്യാമ്മയോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും. കാശ് മേടിച്ചിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകും. ആ ചെറുക്കൻ തന്നെ പിള്ളയ്ക്കൊന്ന് കൊടുത്ത്, താൻ ആരാടോ ഗുണ്ടായസം കാണിക്കാൻ വന്നതാണോ? എത്രയും പെട്ടെന്നാണ് ഈ പെണ്ണും പിള്ളയും വിളിച്ചോണ്ട് എൻ്റെ വീട് മുറ്റത്തൊന്ന് പൊയ്ക്കോണം. അല്ലെങ്കിലേ ഈ ജോബി ആരാണെന്ന് ഇപ്പം നിങ്ങൾ ഇവിടെ വെച്ചറിയും. സത്യാമ്മ വിടുവോ? എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് നീ എന്നെ തല്ലുവെന്നാണോടാ പറഞ്ഞത്? നീ എന്നെ ഒന്ന് തല്ലിക്കടാ. ചുണയുള്ള അപ്പൻ്റെ മോനാണെങ്കിൽ നീ എന്നെ ഒന്ന് തല്ലടാ. അതിനൊന്നും എനിക്ക് യാതൊരു പേടിയില്ല. നിങ്ങളെ തല്ലിയാലെന്താ? മാന പിടിഞ്ഞൊന്നും വീഴത്ത് തോന്നുന്നില്ലല്ലോ.
ജോബി വേണ്ടാന്നും പറഞ്ഞ് മാത്യു അങ്ങോട്ട് ഓടി വരുക. എന്ത് തോന്നിയവാസാടാ നീ കാണിക്കുന്നത്? സത്യാമ്മയോട് സോറി പറയടാ. സോറി പറയേണ്ട തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പണം പലിശയ്ക്ക് കൊടുക്കാനൊക്കെ ഇവർക്ക് കഴിഞ്ഞേക്കും. പക്ഷെ അത് വാങ്ങിക്കാൻ വരാനൊന്നും ഇവരെ കൊണ്ട് പറ്റില്ല. ഇവരെ കൊണ്ട് സാധിക്കത്തതുമില്ല. ഇവർക്ക് ആരും 10 പൈസ തൊട്ട് തിരിച്ചു കൊടുക്കത്തതുമില്ല. അപ്പൻ ചിലപ്പോൾ അപ്പന്റെ നല്ല മനസ്സുകൊണ്ട് ഇവർക്ക് വേണമെങ്കിൽ പൈസ കൊടുത്തെന്നിരിക്കും. പക്ഷേങ്കിലേ നല്ല മനസ്സുള്ളവരൊക്കെ നമുക്ക് ചുറ്റും കുറവാണപ്പാ. കുതികാലി വെട്ടും തരികട പരിപാടി ഉള്ളവരെ ഏറെയും. അവരോടൊക്കെ ഇവരിങ്ങനെ വന്ന് പണം ചോദിച്ചാലേ പോയി വല്ല മറ്റേ പണി നോക്കാൻ പറയും എന്ന് പറഞ്ഞിട്ട് ജോബി അകത്തോട്ട് ഓടിപ്പോയി. മാത്യു പറയാം, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സത്യാമ്മ, തലതെറിച്ചവനായിപ്പോയി. ഞാൻ പോയി സത്യാമ്മയുടെ പണം എടുത്തുകൊണ്ട് വരാം എന്നും പറഞ്ഞ് മാത്യു അകത്തോട്ട് പോവുക. അപ്പോഴാണ് സത്യാമ്മയ്ക്ക് കാര്യത്തിന്റെ പിടി കിട്ടുന്നത്. ഇങ്ങനെ പോയാൽ ശരിയാവില്ല പിള്ളേ. പണപ്പിരിവിന് വേണ്ടി നമുക്കൊരാളെ വേണം. എന്നാലേ ഈ ബിസിനസ് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനാവും. നോക്കട്ടെ പിള്ളേ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ശാലിനിയും ചന്ദ്രയും റാണിയെല്ലാം റാണിയുടെ വീട്ടോട്ട് വരുവാണ്. പ്രകാശിന്റെ ബോഡി കൊണ്ടുവന്നിട്ടുണ്ട്. സങ്കടം സഹിക്കാനാകാതെ ചന്ദ്ര പൊട്ടിക്കരയുവാണ്. ചേച്ചിന്ന് പറഞ്ഞ ശാലിനി അങ്ങ് കെട്ടിപ്പിടിച്ച് കരയുവാണ് ചന്ദ്ര. അപ്പോൾ ഫ്രണ്ട്സ്, പ്രകാശിന്റെ ഡെഡ് ബോഡി കൊണ്ടുവന്നിട്ടുണ്ട്. പ്രകാശിന്റെ ഡെഡ് ബോഡിക്ക് ചിത കൊളുത്തത് ശിവനായിരിക്കും. അതിനുശേഷം ശിവൻ ഒരു പോക്ക് പോകുന്നുണ്ടാവും മഹേന്ദ്രന്റെ അടുത്തോട്ട്. സ്വന്തം മകളെ വിധവയാക്കിയതിന്റെ പിന്നിൽ അച്ഛൻ്റെ കൈ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ശിവൻ എന്തായിരിക്കും ഇനി മഹേന്ദ്രനോട് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ അറിയാനായി നമുക്ക് നാളത്തെ റിവ്യൂ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.